നമ്മൾ ഇന്ന് ചെയ്യുന്നത് എൻട്രൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ സെക്കൻഡ് ഇയർ എക്സാം കഴിഞ്ഞവർക്കും സെക്കൻഡ് ഇയർ ഇപ്പോൾ പഠിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്കറിയാം എൻട്രൻസ് എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ചില സമയത്ത് നിങ്ങൾ സാധാരണ പഠിച്ച മെത്തേഡ് ആയിരിക്കില്ല നിങ്ങൾ ഉപയോഗിക്കുക. ചിലപ്പോൾ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ആയിരിക്കും നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കുന്നുണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററിലെയും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മുൻ വർഷത്തെ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഓരോ ചാപ്റ്ററിലും കൂടി പറഞ്ഞ് അങ്ങനെ ഫസ്റ്റ് ഇയറിലുള്ള 14 ചാപ്റ്ററും സെക്കൻഡ് ഇയറിലുള്ള 14 ചാപ്റ്ററും 28 ചാപ്റ്റർ നമ്മൾ ഏകദേശം കവർ ചെയ്യും. ഏകദേശം ഒരു 100-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് നോക്കുക എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ ഒരു ഇക്വലൻ്റ് മാസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ചില സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഏത് കൺസെപ്റ്റാണ്? ഇക്വലൻ്റ് മാസ്. അപ്പോൾ എന്താണ് ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇക്വലൻ്റ് മാസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ഇക്വലൻ്റ് മാസ് ഓഫ് എൻ എലമെൻറ്റ്, ഒരു എലമെൻറ്റിൻ്റെ ഇക്വലൻ്റ് മാസ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ അറ്റോമിക് മാസിനെ ഏതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം? വാലൻസിനെ കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. മനസ്സിലാ? അപ്പോൾ ഇക്വലൻ്റ് മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. ഫോർ എക്സാമ്പിൾ, ഇക്വലൻ്റ് മാസ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16 ഡിവൈഡഡ് ബൈ ഓക്സിജൻ്റെ വാലൻസി എത്രയാണ്? 2. അപ്പോൾ ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 8. ഇക്വലൻ്റ് മാസ് എത്രയാണ്? 8. ഇനി ഇക്വലൻ്റ് മാസ് ഓഫ് ആൻ ആസിഡ്, ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏതിൻ്റെ ഇക്വലൻ്റ് മാസാണ്? ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ്. ദാറ്റ് ഈസ് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ഫോർ എക്സാമ്പിൾ, സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ? 98 കിട്ടൂലേ? അങ്ങനെയാണെങ്കിൽ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് ഈസ് ഈക്വൽ ടു 98 ഡിവൈഡഡ് ബൈ സൾഫ്യൂരിക് ആസിഡ് അല്ലേ? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡൈബേസിക് ആസിഡ് ബിക്കോസ് സൾഫ്യൂരിക് ആസിഡ് ഡൊണേറ്റ് 2 H+ അയോൺസ്. സൾഫ്യൂരിക് ആസിഡ് എത്ര H+ അയോൺസിനെ ഡൊണേറ്റ് ചെയ്യൂ? 2. സോ 98 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 49. സോ ദി ഇക്വലൻ്റ് മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈസ് 49. സിമിലർലി ദി ഇക്വലൻ്റ് മാസ് ഓഫ് എ ബേസ്, ഒരു ബേസിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി ആണ്. മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി. ഫോർ എക്സാമ്പിൾ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്, കാൽഷ്യത്തിൻ്റെ 14 അല്ലേ, ഓക്സിജൻ്റെ 16, ഹൈഡ്രജൻ്റെ 1. അപ്പോൾ ഇത് 17 × 2 34. 34 + 40 74. കാൽഷ്യം ഹൈഡ്രോക്സൈഡിൽ നിന്ന് എത്ര OH- അയോൺസ് റിലീസ് ചെയ്യും? 2 അല്ലേ? അപ്പോൾ അതിൻ്റെ അസിഡിറ്റി എത്രയാണ്? 2. അപ്പോൾ 74 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 37. ക്ലിയർ? അപ്പോൾ ഇക്വലൻ്റ് മാസ് ഓഫ് എൻ എലമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. ആസിഡ് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ബേസ് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി. എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ നോർമാലിറ്റി, മൊളാരിറ്റി എന്നൊക്കെ മൊളാരിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? ശരിയല്ലേ? മൊളാരിറ്റി പോലെ തന്നെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള വേറൊരു ടേമാണ് എന്ത്? നോർമാലിറ്റി. എന്താണ് നോർമാലിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്രാം ഇക്വലന്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. അപ്പോൾ എന്താണ് നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്രാം ഇക്വലന്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. എങ്ങനെയാണ് നിങ്ങൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്രാം ഇക്വലന്റ് കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് മോൾസ് ഓഫ്
gram equivalent is equal to given mass divided by എന്ത് മാസ് ആണ് equivalent mass. അപ്പോൾ എന്താണ് നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്നൊരു യൂണിറ്റ് ആണ് എന്ത്? നോർമാലിറ്റി. മൊളാലിറ്റി ഒക്കെ പോലെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് എന്ത്? നോർമാലിറ്റി. എങ്ങനെയാണ് നിങ്ങൾ നോർമാലിറ്റി കണ്ടുപിടിക്കുക? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്രാം ഇക്വലന്റ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. എന്താണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്രാം ഇക്വലന്റ്? നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ്. ക്ലിയർ? എല്ലായ്പ്പോഴും നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ആയിരിക്കും. നോർമാലിറ്റി ഇൻറ്റു ഇക്വലന്റ് മാസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ആയിരിക്കും. ക്ലിയർ? ഫോർ എക്സാമ്പിൾ, കാൽക്കുലേറ്റ് ദി normality of 0.1 m sulfuric acid. Calculate the normality of 0.1 m sulfuric acid. അപ്പോൾ നോർമാലിറ്റി അല്ലേ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് മാസ്, സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് മാസ് എത്രയാണ്? 49. ദാറ്റ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി എത്രയാണ്? 0.1. സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 98. ക്ലിയർ? ദർഫോർ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? 0.1 ഇൻറ്റു 98 ഡിവൈഡഡ് ബൈ 49. ദറ്റ് ഈസ് 2. ദറ്റ് ഈസ് ഈക്വൽ ടു 0.2 n. അപ്പോൾ എല്ലായ്പ്പോഴും നോർമാലിറ്റി ഇൻറ്റു ഇക്വലൻ്റ് മാസ് ഈസ് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു മോളിക്കുലാർ മാസ് ആയിരിക്കും. ക്ലിയർ? ഓർത്ത് വെക്കുക. ദറ്റ് ഈസ് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി എന്നായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താണ് നോർമാലിറ്റി കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷൻ? നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി. ഡൈബേസിക് ആസിഡ് ആണെങ്കിൽ ആ ഫാക്ടർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ട്രൈബേസിക് ആസിഡ് ആണ്, ഫോർ എക്സാമ്പിൾ ഫോസ്ഫോറിക് ആസിഡ് H3PO4, ആ ഫാക്ടർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ആ ഫാക്ടർ കണ്ടുപിടിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി. ഡൈബേസിക് ആസിഡ് ആണെങ്കിൽ ആ ഫാക്ടർ എത്രയായിരിക്കും? 2. ട്രൈബേസിക് ആസിഡ് ആണെങ്കിൽ ആ ഫാക്ടർ എത്രയായിരിക്കും? 3. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഡയറക്റ്റ് നോർമാലിറ്റി ഈസ് ഈക്വൽ ടു സൾഫ്യൂരിക് ആസിഡ് എന്ത് ആസിഡാണ്? ഡൈബേസിക് ആസിഡ്. അപ്പോൾ 2 ഇൻറ്റു 0.1 ദറ്റ് ഈസ് ഈക്വൽ ടു 0.2. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എ ഫാക്ടർ ഇൻറ്റു മൊളാരിറ്റി എന്നാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇക്വലൻ്റ് മാസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇക്വലൻ്റ് മാസ് ഓഫ് ഓക്സിഡൈസിങ് ഏജൻറ്റ് ഓർ റെഡ്യൂസിങ് ഏജൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ദറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ഓക്സിഡൈസ്ഡ് ഫാക്ടർ ഓർ റെഡ്യൂസ്ഡ് ഫാക്ടർ. ഇറ്റ് ഈസ് equivalent mass of oxidizing agent or reducing agent is equal to molecular mass divided by oxidized factor or reduced factor. For example, ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് MnO4 മൈനസ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? MnO2 ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. വരിക MnO4 മൈനസ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? MnO2. MnO4 മൈനസിൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +7. MnO2ൽ മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +4. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് മാസ് ഓഫ് MnO4 മൈനസ് ഈസ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ 7 എത്രയായിട്ട് ഡിക്രീസ് ചെയ്തു? 4. സോ റെഡ്യൂസ്ഡ് ഫാക്ടർ ഈസ് ഈക്വൽ ടു 3. ദർഫോർ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ 3. ക്ലിയർ? അപ്പോൾ ഇക്വലൻ്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. ഒന്നെന്താണ്? അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി. ആസിഡ് ആണെങ്കിൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ബേസിസിറ്റി. ബേസ് ആണെങ്കിൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ അസിഡിറ്റി. Any equivalent mass of oxidizing agent or reducing agent is equal to molecular mass divided by oxidized factor or reduced factor. Here MnO4 minus is reduced to MnO2. Clear? Therefore its equivalent mass is equal to molecular mass divided by, here reduced factor is equal to 3. Therefore equivalent mass of MnO4 minus is equal to molecular mass divided by 3. Clear? ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നിങ്ങൾ കേൾക്കാത്ത ഒരു സെക്ഷനാണ് ഇക്വലൻ്റ് മാസ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അങ്ങനെ നമ്മൾ ചെയ്യും. കാരണം ഇക്വലൻ്റ് മാസ് എന്നുള്ള കൺസെപ്റ്റ്, നോർമാലിറ്റി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ക്ലിയർ? ഇത് നോക്കൂ,
നെക്സ്റ്റ് ചോദിക്കണം, ഒരു മെറ്റൽ എന്ത് ഫോം ചെയ്യുന്നത്? ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഒരു മെറ്റൽ എന്ത് ഫോം ചെയ്യുന്നത്? ഓക്സൈഡ് ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിൻ്റെ ഇക്വലൻ്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ മെറ്റലിൻ്റെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇക്വലൻ്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു 8 ആണ്. എന്ത് ഫോർമേഷൻ ആണെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ആ മെറ്റലിൻ്റെ ഇക്വലൻ്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു 8. ഫോർ എക്സാമ്പിൾ, 4 gram metal, 4 gram metal on reaction with nitric acid form metal nitrate. Metal nitrate which on strong heating form 5 gram metal oxide. Calculate the equivalent mass of metal. എന്താണ് ക്വസ്റ്റ്യൻ? 4 gram metal on reaction with nitric acid form metal nitrate. മെറ്റൽ നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്തു? മെറ്റൽ നൈട്രേറ്റ്. ആ മെറ്റൽ നൈട്രേറ്റ് വിച്ച് ഓൺ സ്ട്രോങ് ഹീറ്റിംഗ് ഫോം 5 gram മെറ്റൽ ഓക്സൈഡ്. ക്ലിയർ? കാൽക്കുലേറ്റ് ഇക്വലന്റ് മാസ് ഓഫ് മെറ്റൽ. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കുന്നതാണ്, വളരെ സിമ്പിളാണ്. നോക്കിക്കോ, 4 gram മെറ്റൽ ഇപ്പോൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? 5 gram മെറ്റൽ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തില്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഫോം ചെയ്യുന്നത്? ഓക്സൈഡ് അല്ലേ ഫോം ചെയ്യുന്നത്? ഓക്സൈഡ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതല്ലേ? ഡൗട്ടിലല്ല. അപ്പോൾ നോക്കണം, മെറ്റൽ ഇപ്പോൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തത്? മെറ്റൽ ഓക്സൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്തത്. മെറ്റൽ ഓക്സൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് എങ്കിൽ ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതല്ലേ? ശരിയല്ലേ? എത്ര ഗ്രാം മെറ്റൽ ഉണ്ട്? 4 gram. എത്ര ഗ്രാം മെറ്റൽ ഓക്സൈഡ് ഉണ്ട്? 5 gram അല്ലേ? അപ്പോൾ മെറ്റലിൻ്റെ മാസും ഓക്സിജന്റെ മാസും ചേർന്ന് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എത്ര ഗ്രാം കിട്ടുക? 5 gram. ശരിയല്ലേ? എത്ര ഗ്രാം മെറ്റൽ ഉണ്ട്? 4 gram. അങ്ങനെയാണെങ്കിൽ ഓക്സിജന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 5 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 gram. ക്ലിയർ? അപ്പോൾ ഓർത്തു വെക്കുക. അപ്പോൾ മാസ് ഓഫ് മെറ്റലും മാസ് ഓഫ് ഓക്സിജനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ഗ്രാം മെറ്റൽ ഓക്സൈഡ് കിട്ടും? 5 gram മെറ്റൽ ഓക്സൈഡ് ആണ് കിട്ടുന്നത്. 5 gram മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 gram എന്ത് തന്നെയായിരിക്കും? മെറ്റൽ തന്നെയായിരിക്കും. ക്ലിയർ? ഡൗട്ടിലല്ല. 5 gram മെറ്റൽ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 4 gram എന്തായിരിക്കും? മെറ്റൽ ആയിരിക്കും. ബാക്കി 1 gram എന്തായിരിക്കും? ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് മാസ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മെറ്റൽ എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓക്സിജൻ എത്രയാണ്? 1 × 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 32. ഇത്രയേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എന്ത് ഫോർമേഷൻ ആണെങ്കിൽ? ഓക്സൈഡ് ഫോർമേഷൻ ആണെങ്കിൽ, ഓക്സൈഡ് ഫോർമേഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഇക്വലന്റ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുക? മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഓക്സിജൻ ഇൻറ്റു 8. ഹിയർ 4 gram മെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു 5 gram മെറ്റൽ ഓക്സൈഡ്. ഇൻ 5 gram മെറ്റൽ ഓക്സൈഡ് 4 gram ഈസ് മെറ്റൽ ആൻഡ് 1 gram ഈസ് ഓക്സിജൻ. Clear? Therefore mass of oxygen is equal to 1. Therefore equivalent mass of metal is equal to mass of metal 4. Mass of oxygen 1 into 8 that is equal to 32. Clear? ഇനി ക്ലോറൈഡ് ഫോർമേഷൻ ആണെങ്കിലോ? എന്താണ് ക്ലോറൈഡ് ഫോർമേഷൻ? ക്ലോറൈഡ് ഫോർമേഷൻ ആണെങ്കിൽ എനിക്ക് ഇക്വലന്റ് മാസ് ഓഫ് മെറ്റൽ അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ക്ലോറിൻ ഇൻറ്റു 35.5. ക്ലിയർ? അപ്പോൾ ഓക്സൈഡിന് പകരം ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇക്വലന്റ് മാസ് ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് മെറ്റൽ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ക്ലോറിൻ ഇൻറ്റു 35.5. ഇതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇവിടെ മെറ്റൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? മെറ്റൽ ഓക്സൈഡ്.
അവിടെ മെറ്റൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? മെറ്റൽ ക്ലോറൈഡ്. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ല? ഡൗട്ടിലല്ല. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 3 gram metal oxide is converted into 5 gram metal chloride. 3 gram metal oxide is converted into 5 gram metal chloride. Calculate equivalent mass of metal. Calculate equivalent mass of metal. ഇവിടെ മെറ്റൽ ഓക്സൈഡ് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? മെറ്റൽ ക്ലോറൈഡ് ആയിട്ടല്ലേ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ്? മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് മെറ്റൽ ക്ലോറൈഡ്, that is equal to equivalent mass of metal plus equivalent mass of oxygen divided by equivalent mass of metal plus equivalent mass of chlorine. അപ്പോൾ മെറ്റൽ ഓക്സൈഡ് എന്തായിട്ട് കൺവേർട്ട് ചെയ്തു? മെറ്റൽ ക്ലോറൈഡ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് മെറ്റൽ ക്ലോറൈഡ് ഈസ് ഈക്വൽ ടു ഇക്വലന്റ് മാസ് ഓഫ് മെറ്റൽ പ്ലസ് ഇക്വലന്റ് മാസ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ ഇക്വലന്റ് മാസ് ഓഫ് മെറ്റൽ പ്ലസ് ഇക്വലന്റ് മാസ് ഓഫ് ക്ലോറൈഡ്. എത്രയാണ് മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ്? 3. എത്രയാണ് മാസ് ഓഫ് മെറ്റൽ ക്ലോറൈഡ്? 5. ക്ലിയർ? ദാറ്റ് ഈസ് equal to equivalent mass of metal plus equivalent mass of oxygen is equal to atomic mass divided by valency അല്ലേ? ഓക്സിജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 16. വാലൻസി എത്രയാണ്? 2. അപ്പോൾ ഓക്സിജൻ്റെ ഇക്വലൻ്റ് മാസ് എത്രയാണ്? 8 ഡിവൈഡഡ് ബൈ ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ പ്ലസ് ക്ലോറിൻ്റെ ഇക്വലൻ്റ് മാസ് വേണ്ടേ? ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.5 അല്ലേ? ക്ലോറിൻ്റെ വാലൻസി 1 അല്ലേ? അപ്പോൾ 35.5 ഡിവൈഡഡ് ബൈ 1 അല്ലേ? അപ്പോൾ ഇക്വലൻ്റ് മാസ് ഓഫ് ക്ലോറിൻ ഈസ് ഈക്വൽ ടു 35.5. ഡൗട്ടില്ല. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്തൂടെ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? 3 ഇൻറ്റു equivalent mass of metal plus 35.5, that is equal to 5 into equivalent mass of metal plus 8. ഡൗട്ടിലല്ല. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 ഇൻറ്റു ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ പ്ലസ് 35.5 ഇൻറ്റു 3 അല്ലേ? അത് നിങ്ങൾക്ക് 106.5 എന്നല്ലേ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ പ്ലസ് 5 ഇൻറ്റു 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 അല്ലേ? ശരിയല്ലേ? ഡൗട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? ഇതിങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമോ? 5 ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ മൈനസ് 3 ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ എന്ന് കിട്ടൂലേ? ദാറ്റ് ഈസ് കിട്ടും 2 ഇൻറ്റു ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ എന്നല്ലേ കിട്ടുക? ഇതിങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ 106.5 മൈനസ് 40 എന്നല്ലേ കിട്ടുക? അത് നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക? 66.5 എന്നല്ലേ കിട്ടുക? ഡൗട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇക്വലൻ്റ് മാസ് ഓഫ് മെറ്റൽ ഈസ് ഈക്വൽ ടു 66.5 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 33.25. ക്ലിയർ? അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്തതെന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു കോമ്പൗണ്ട് വേറൊരു കോമ്പൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വലൻ്റ് മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മനസ്സിലായില്ല? ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇപ്പോൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സാമിന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ല? ഡൗട്ടിലല്ല, ഓർത്ത് വെക്കുക. നമ്മൾ എൻട്രൻസിൻ്റെ ക്ലാസ്സാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിലാണ് നമ്മൾ പറഞ്ഞു പോവുക. അപ്പോൾ എൻ്റെ കൂടെ തന്നെ നിങ്ങളും വരിക, എന്നാലേ നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി പറ്റൂ. വളരെ കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. കുറച്ച് സ്പീഡിലായിരിക്കും നമ്മൾ പറഞ്ഞു പോവുക. കേട്ടല്ല? ഇപ്പം നോക്കാം, നമ്മളൊരു 3 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഗിവൺ ദാറ്റ് ദി അബണ്ടൻസ് ഓഫ് ഐസോട്ടോപ്സ് Fe54, Fe56 and Fe57 are 5%, 9% and 5% respectively. The atomic mass of iron is. അയണിൻ്റെ അറ്റോമിക് മാസ് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കോ, നിങ്ങൾക്ക് നാച്ചുറൽ അബണ്ടൻസ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അയണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 54. ഈ അയണിൻ്റെ എത്രയാണ്? 56. ഈ അയണിൻ്റെ എത്രയാണ്? 57. അങ്ങനെയാണെങ്കിൽ അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ അറ്റോമിക് മാസ് 54 ഉള്ള അയൺ എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്? 5 പ്ലസ് 56 ഉള്ള അയൺ എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്? 90 പ്ലസ് 57 ഉള്ള അയൺ എത്ര പെർസെൻറ്റേജ് ആണ് ഉള്ളത്?
5. ശരിയല്ലേ? ഹോൾ ഡിവൈഡഡ് ബൈ 100. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൻ്റെ അറ്റോമിക് മാസ് കിട്ടും? അയേണിൻ്റെ അറ്റോമിക് മാസ് കിട്ടും. മനസ്സിലാ? ഇത് മുന്നേ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ല? പെർസെൻറ്റേജ് അബണ്ടൻസിന് അറ്റോമിക് മാസിനെ കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഹോൾ ഡിവൈഡഡ് ബൈ 100. ക്ലിയർ? പെർസെൻറ്റേജിലായതുകൊണ്ടാണ് ഡിവൈഡഡ് ബൈ 100 എന്ന് ചേർത്തത്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിൻ്റെ അറ്റോമിക് മാസ് കിട്ടും? അയൺ. ആൻസർ നിങ്ങൾ ചെയ്ത് കണ്ടുപിടിക്കില്ലേ? കാരണം നിങ്ങൾക്കത് സ്പീഡിൽ ചെയ്യേണ്ടത്. അപ്പോൾ കാൽക്കുലേഷനൊക്കെ വീട്ടിൽ നിന്ന് കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ സ്പീഡിൽ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാലേ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിൽ കയറി കഴിഞ്ഞാൽ സ്പീഡിൽ ചെയ്യാൻ വേണ്ടി പറ്റൂ. കേട്ടല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The percentage of an element M is 53. The percentage of an element M is 53 in its oxide of molecular formula M2O3. Its atomic mass is about. നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്? M2O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ M എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ക്ലിയർ? എത്രയാണത്? 53. അപ്പോൾ നിങ്ങൾക്കറിയാം percentage of an element അല്ലേ? ഒരു എലമെൻറ്റിൻ്റെ പെർസെൻറ്റേജ് നിങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? മാസ് ഓഫ് എലമെൻറ്റ്, ശരിയല്ലേ? ഡൗട്ടില്ല, ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ മാസ് ഇൻറ്റു 100 എന്നല്ലേ നിങ്ങൾ ചെയ്യുക? ശരിയല്ലേ? പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഇസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. ശരിയല്ലേ? ഡൗട്ടിലല്ല, ഓർത്ത് വെക്കുക. എത്രയാണ് നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് തന്നിരിക്കുന്നത്? 53 അല്ലേ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് എലമെൻറ്റ്. ഈ M2O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൽ M എത്രയുണ്ട്? 2 അല്ലേ? അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? 2 ഇൻറ്റു M ഡിവൈഡഡ് ബൈ. ഇനി ടോട്ടൽ മാസ് ഓഫ് M വേണ്ടേ? അപ്പോൾ M2O3 എന്ന് പറഞ്ഞ കോമ്പൗണ്ടാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൽ 2 M-ഉം 3 ഓക്സിജനും അല്ലേ ഉള്ളത്? ഓക്സിജൻ്റെ മാസ് എത്രയാണ്? 16. ശരിയല്ലേ? ഡൗട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. എൻ്റെ കോമ്പൗണ്ടിൻ്റെ ഫോർമുല എന്തായിരുന്നു? M2O3 അല്ലേ? അപ്പോൾ എത്ര M ഉണ്ടാവും? 2 M ഉണ്ടാവും. അപ്പോൾ 2 ഇൻറ്റു മാസ് ഓഫ് M ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു M പ്ലസ് 3 ഇൻറ്റു 16. ദിസ് 53 ഈസ് ഈക്വൽ ടു 2M ഡിവൈഡഡ് ബൈ 2M പ്ലസ് 48. ശരിയല്ലേ? ഡൗട്ടില്ല. നിങ്ങൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്തൂടെ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 53 ഇൻറ്റു 2M പ്ലസ് 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 2M. ക്ലിയർ? ഡൗട്ടിലല്ല. ഇൻറ്റു 100 എന്ന് വേണം. ഇൻറ്റു 100 എന്നുണ്ട് അല്ലേ? ഇൻറ്റു 100. അപ്പോൾ 2 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടുന്നേക്ക്? 200. അത്രയും M. ശരിയല്ലേ? 53 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 106 എന്നല്ലേ കിട്ടുക? അപ്പോൾ 106 M പ്ലസ് 53 ഇൻറ്റു 48 ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഈസ് ഈക്വൽ ടു 200 M അല്ലേ? ഈ 106 M ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മൈനസ് ആവൂലേ? അപ്പോൾ 200 M മൈനസ് 106 M എന്ന് കിട്ടൂലേ? അത് ഈസ് ഈക്വൽ ടു 94 M ഈസ് ഈക്വൽ ടു 53 ഇൻറ്റു 48 എന്ന് കിട്ടൂലേ? അങ്ങനെയാണ് നിങ്ങൾക്ക് എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തൂടെ? കാൽക്കുലേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കൂലേ? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ല? ഡൗട്ടിലല്ല. അപ്പോൾ നിങ്ങൾ സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ആൻസർ എഴുതാതെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കുക. കേട്ടല്ല? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായ? അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ആൻ എലമെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ആ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക? മാസ് ഓഫ് ദാറ്റ് എലമെൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100. പെർസെൻറ്റേജ് ഓഫ് എലമെൻറ്റ് എത്രയാണ്? 53. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു M. M2O3 എന്നാണ് നിങ്ങളുടെ കോമ്പൗണ്ട്. അപ്പോൾ എത്ര M ഉണ്ട്? 2. ശരിയല്ലേ? ടോട്ടൽ മാസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 2 ഇൻറ്റു M പ്ലസ് 3 ഇൻറ്റു ഓക്സിജൻ്റെ എത്രയാണ്? 16 ഇൻറ്റു 100. അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 53 ഇൻറ്റു 48 ദാറ്റ് ഈസ് ഈക്വൽ ടു 200 M മൈനസ് 106 M ദാറ്റ് ഈസ് ഈക്വൽ ടു 94 M. ക്ലിയർ? അപ്പോൾ കാൽക്കുലേഷൻ നിങ്ങളൊന്ന് കംപ്ലീറ്റ് ആക്കുക. എന്നിട്ട് എമ്മിൻ്റെ വാല്യൂ നിങ്ങൾ ഇതിൽ ഏതാണ് കിട്ടുന്നതെന്ന് ഒന്ന് കണ്ടുപിടിക്കുക. കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്യുക. ഡൗട്ടിലല്ല, ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്.
എ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റ് ലോസസ് 51.2% of its mass on heating. If the molecular mass of anhydrous salt is 120, the number of moles of water in the crystal hydrate is clear. A crystal hydrate, അപ്പോൾ എനിക്ക് ജനറൽ ആയിട്ട് അതിന് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? ക്രിസ്റ്റലും ഉണ്ടാവും, അതൊരു ഹൈഡ്രേറ്റഡ് കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? XH2O. ഇതിനെന്ത് ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ലോസസ് എന്നാ പറയുന്നത്. എ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റ് ലോസസ് 51.2% എന്നാ പറയുന്നത്. അപ്പോൾ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏത് മോളിക്കൂൾ ലൂസ് ചെയ്യോ? വാട്ടർ മോളിക്കൂൾ എന്ത് ചെയ്യോ? എസ്കേപ്പ് ചെയ്യോ? ബാക്കി നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ക്രിസ്റ്റൽ പ്ലസ് XH2O എന്നല്ലേ? ശരിയല്ലേ? എത്ര പെർസെൻറ്റേജ് ആണ് ലൂസ് ചെയ്യുന്നത്? 51.2% അല്ലേ? അതായത് 51.2 ഗ്രാം എന്ത് ലോസ് ചെയ്യുന്നത്? വാട്ടർ ലോസ് ചെയ്യുന്നത്. അപ്പോൾ ക്രിസ്റ്റലിൻ്റെ മാസ് എത്രയായിരിക്കോ? 48.8 ഗ്രാം ആയിരിക്കില്ലേ? ശരിയല്ലേ? അപ്പോൾ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഏത് മോളിക്കൂൾ എസ്കേപ്പ് ചെയ്യും? വാട്ടർ മോളിക്കൂൾ എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. അപ്പോൾ ആ ലൂസ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെതായിരിക്കും? വാട്ടർ. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 51.2%. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 100 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ 51.2 ഗ്രാം എന്ത് ചെയ്യുന്നു? ലൂസ് ചെയ്യുന്നു എന്നല്ലേ അർത്ഥം. അപ്പോൾ എത്ര ഗ്രാം വാട്ടർ ലൂസ് ചെയ്തു? 51.2 ഗ്രാം. ബാക്കി എത്ര ഗ്രാം ക്രിസ്റ്റൽ ഉണ്ടാവും? 48.8 ഗ്രാം. ക്ലിയർ? ഇപ്പം നോക്കിക്കോ, 48.8 ഗ്രാം ആണ് നിങ്ങളുടെ ക്രിസ്റ്റൽ എങ്കിൽ 48.8 ഗ്രാം ആണ് നിങ്ങളുടെ ക്രിസ്റ്റൽ എങ്കിൽ എത്ര? 48.8 ഗ്രാം ക്രിസ്റ്റലാണ് നിങ്ങളുടെ വെയിറ്റ് ഉള്ളത് എങ്കിൽ എത്ര ഗ്രാം ക്രിസ്റ്റൽ ഹൈഡ്രേറ്റ് ഉണ്ടാവോ? 100 ഗ്രാം എന്ത് ഉണ്ടാവോ? ക്രിസ്റ്റൽ ഹൈഡ്രേറ്റ് ഉണ്ടാവും. ശരിയല്ലേ? എത്ര പെർസെൻറ്റേജ് ആണ്? 51.2% എന്നല്ലേ പറയുന്നത്. അതിൻ്റെ മീനിങ് 100 ഗ്രാം ആണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ 51.2 ഗ്രാം എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. ബാക്കി 48.8 ഗ്രാം എന്തായിരിക്കും? ക്രിസ്റ്റൽ ആയിരിക്കും. അതായത് 48.8 ഗ്രാം ആണ് ക്രിസ്റ്റലിൻ്റെ മാസ് ഉള്ളത് എങ്കിൽ അതിൽ എത്ര ഗ്രാം ക്രിസ്റ്റൽ ഹൈഡ്രേറ്റ് ഉണ്ടാകുമോ? 100 ഗ്രാം എന്തുണ്ടാകും? ക്രിസ്റ്റൽ ഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ക്രിസ്റ്റലിൻ്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 120 അല്ലേ? അങ്ങനെയാണെങ്കിൽ 120 ഗ്രാം ക്രിസ്റ്റലാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? 100 ഡിവൈഡഡ് ബൈ 48.8 ഇൻറ്റു 120 അല്ലേ? ശരിയല്ലേ? ഡൗട്ടില്ലല്ലോ. ഈ 48.8 ഞാൻ അപ്രോക്സിമേറ്റ്ലി 50 ആക്കി കഴിഞ്ഞാൽ ഈ 50 100 എത്ര പ്രാവശ്യം പോകും? 2. ശരിയല്ലേ? 2 ഇൻറ്റു 120 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 240 എന്നല്ലേ കിട്ടുക? ശരിയല്ലേ? അപ്പോൾ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 240. ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 240. കാരണം അൺഹൈഡ്രസ് സാൾട്ടിൻ്റെ മോളിക്കുലാർ മാസ് നിങ്ങൾക്ക് 120 എന്ന് തന്നിട്ടുണ്ട്. മനസ്സിലാ? അപ്പോൾ 120 ആണ് അൺഹൈഡ്രസ് സാൾട്ടിൻ്റെ മോളിക്കുലാർ മാസ് ഉള്ളത് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? 240. ക്ലിയർ? ഡൗട്ടില്ലല്ല. ഇപ്പോൾ നോക്കിക്കോ, ക്രിസ്റ്റലിൻ്റെയും XH2O കൂട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എത്ര കിട്ടുക? 240 എന്ന് കിട്ടുക. ദാറ്റ് ഈസ് ക്രിസ്റ്റലിൻ്റെ മാസ് നിങ്ങൾക്ക് അറിയാം എത്രയാണ്? 120 പ്ലസ് X ഇൻറ്റു വാട്ടറിൻ്റെ എത്രയാണ്? 18. ദാറ്റ് ഈസ് ഈക്വൽ ടു 240. അങ്ങനെയാണെങ്കിൽ X ഇൻറ്റു 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അങ്ങനെയാണെങ്കിൽ X ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ 18. ശരിയല്ലേ? ഡൗട്ടില്ല. ഓർത്ത് വെക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടും? 30/20/3 എന്ന് കിട്ടും. 20/3 എന്ന് പറഞ്ഞാൽ 6.66 അങ്ങനെയല്ലേ വരിക? അപ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി ഇത് എത്ര കിട്ടും? 7. അപ്പോൾ നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് എത്ര കിട്ടും? 7. ഞാൻ അപ്രോക്സിമേറ്റ് വാല്യൂ എടുത്തിട്ടാണ് ചെയ്തത്. ക്ലിയർ? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായ? അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ച് ചെയ്യുക. അപ്പോൾ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്രിസ്റ്റലും കിട്ടും, പിന്നെ വാട്ടറും കിട്ടും. 51.2 ഗ്രാം വാട്ടറും ഉണ്ടാവും, 48.8 ഗ്രാം ക്രിസ്റ്റലും ഉണ്ടാവും. ഡൗട്ടില്ലല്ല. 48.8 ഗ്രാം ക്രിസ്റ്റലാണ് ഉള്ളത് എങ്കിൽ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിൻ്റെ മാസ് എത്രയായിരിക്കും? 100 ഗ്രാം.
120 ഗ്രാം ക്രിസ്റ്റലാണ് അപ്പോൾ ഉള്ളത് എങ്കിൽ ക്രിസ്റ്റൽ ഹൈഡ്രേറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്ര ആയിരിക്കും? 240. അങ്ങനെയാണെങ്കിൽ ക്രിസ്റ്റലിൻ്റെയും XH2ൻ്റെയും ആഡ് ചെയ്തതല്ലേ 240, അതിനൊക്കെ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇങ്ങനെയാണ് നമ്മൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് ആക്കുന്നത്. ഡൗട്ടിലല്ല, അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലത്തെ പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ക്ലിയർ? നോക്കോ, നമ്മൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ക്വാണ്ടം നമ്പേഴ്സൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് ക്വാണ്ടം നമ്പേഴ്സ്. ഇത് ഹൈഡ്രജൻ സ്പെക്ട്രം വെച്ചിട്ടുള്ള ചെറിയ ചെറിയ കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നത് ഇവിടെ. ദി വേവ് നമ്പർ ഓഫ് spectral line in the emission spectrum of hydrogen will be equal to 8/9 times the Rydberg constant. The electron jumps from n is equal to 3 to n is equal to 1, n is equal to 10 to n is equal to 1, n is equal to 9 to n is equal to 1, n is equal to 2 to n is equal to 1. Clear? അപ്പോൾ എല്ലാം എവിടത്തേക്കാണ് വരുന്നത്? 1ലേക്കാണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ എവിടെ നിന്ന് എവിടത്തേക്കാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ. ഇതല്ലേ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ഡൗട്ടിലല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദി വേവ് നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻ ഇൻ ദി എമിഷൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ വിൽ ബി ഈക്വൽ ടു 8/9 ടൈംസ് ദി RH എന്നാണ് പറഞ്ഞത്. അതായത് വേവ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/9 ടൈംസ് ഓഫ് RH എന്നാണ് പറയുന്നത്. ഡൗട്ടിലല്ല. അപ്പോൾ നോക്ക്, ഓൾറെഡി നിങ്ങൾക്ക് റൈഡ്ബർഗ് കോൺസ്റ്റന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 8/9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ എന്ത്? 8/9. ശരിയല്ലേ? കാരണം RH ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ടേമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടേം ആയിരിക്കും എന്ത്? 8/9. ഇവിടെ എല്ലാം ഏത് ലെവലിലേക്കാണ് വരുന്നത്? ഫസ്റ്റ് ലെവലിലേക്കല്ലേ വരുന്നത്. അപ്പോൾ n1ൻ്റെ വാല്യൂ എത്രയാണ്? 1. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ലൈമാൻ സീരീസ് പറയുന്ന സമയത്ത് n1 ഈസ് ഈക്വൽ ടു 1, n2 ഈസ് ഈക്വൽ ടു 2, 3, 4 എക്സെട്ര ഇങ്ങനെയല്ലേ വരുന്നത്. ഇനി ബാമർ സീരീസ് ആണെങ്കിൽ n1 ഈസ് ഈക്വൽ ടു 2, n2 ഈസ് ഈക്വൽ ടു 3, 4, 5, 6 അങ്ങനെയല്ലേ വരിക. പാഷൻ സീരീസ് ആണെങ്കിൽ n1 ഈസ് ഈക്വൽ ടു 3, n2 ഈസ് ഈക്വൽ ടു 4, 5, 6 അങ്ങനെയല്ലേ വരിക. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഏത് ലൈനിലേക്കാണ് വരുന്നത്? ഫസ്റ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ലൈമാൻ സീരീസ് ആണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ n1ൻ്റെ വാല്യൂ എത്രയാണ്? 1. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? എനിക്ക് 1/1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 8/9. ശരിയല്ലേ? ഇത് 1 തന്നെയല്ലേ? ഇത് ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എനിക്ക് 1/9, ഈ നെഗറ്റീവ് ഇപ്പുറത്തേക്ക് ഒരു എന്തായിട്ട് മാറും? പോസിറ്റീവ്. ഈ 8/9 ഇങ്ങോട്ടേക്ക് ഒരു എന്തായിട്ട് മാറും? മൈനസ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുമോ? 1 മൈനസ് 8/9 ഈസ് ഈക്വൽ ടു 1/n2 സ്ക്വയർ. ശരിയല്ലേ? അപ്പം 9 മൈനസ് 8/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/9. 1/9 ഈസ് ഈക്വൽ ടു 1/n2 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ n2 സ്ക്വയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 9. n ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 3. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ ട്രാൻസിഷൻ എവിടെ നിന്ന് എവിടത്തേക്കായിരിക്കും? n ഈസ് ഈക്വൽ ടു 3 ടു n ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? n ഈസ് ഈക്വൽ ടു 3 ടു n ഈസ് ഈക്വൽ ടു 1. ക്ലിയർ? ഡൗട്ടിലല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേക്ക് നിങ്ങൾ. എന്താണ് ക്വസ്റ്റ്യൻ? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് 1.312 into 10⁶ joule per mole. The energy required to excite the electron in the atom from n1 is equal to 1 to n2 is equal to 2 is. ഇലക്ട്രോൺ ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള എനർജി കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള എനർജി കണ്ടുപിടിക്കാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളോട് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്? എനർജി ചേഞ്ച് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എവിടെ നിന്ന് എവിടത്തേക്ക്? ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യുന്ന സമയത്ത്, എക്സൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള എനർജി ചേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ആറ്റം തന്നിട്ടില്ലേ? അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എനർജി റിക്വയർഡ് ടു റിലീസ് ആൻ ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി അല്ലേ? അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആണ്. മനസ്സിലായോ? അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും എന്ത്? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്.
ക്ലിയർ? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റിൻ്റെ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും എന്ത്? അയണൈസേഷൻ എൻതാൽപ്പി. ക്ലിയർ? ഒരു ഇലക്ട്രോണിൻ്റെ ഓർബിറ്റിലുള്ള എനർജിയുടെ വാല്യൂ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പോസിറ്റീവാണ് എന്ത്? അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആറ്റം എന്നല്ലേ പറയുന്നത്? ഹൈഡ്രജൻ ആറ്റത്തിൽ ഇലക്ട്രോൺ ഉള്ളത് ഒന്നാമത്തെ ലെവലിലല്ലേ? ശരിയല്ലേ? അപ്പോൾ ഒന്നാമത്തെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് E1ൻ്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതാണ് എത്ര? 1.312 ഇൻറ്റു 10⁻⁶. ഇത് അയണൈസേഷൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് ആയിരിക്കും എല്ലായ്പ്പോഴും എന്ത്? എനർജി. ക്ലിയർ? ഡൗട്ടില്ല. E1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾ -1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1/n1² ആണ്. ക്ലിയർ? n1ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് E1 നിങ്ങൾക്ക് എന്ത് കിട്ടും? -1.312 ഇൻറ്റു 10⁻⁶ എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ E1 നിങ്ങൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് ആ വാല്യൂ? 1.312 ഇൻറ്റു 10⁻⁶. എന്തുകൊണ്ടാണ് ഇവിടെ മൈനസ് എന്ന് വരാൻ കാരണം? അയണൈസേഷൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് ആയിരിക്കും എന്ത്? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ഇവിടെ ഏത് ഓർബിറ്റാണ് ഉള്ളത്? ഫസ്റ്റ് ഓർബിറ്റ്. ക്ലിയർ? അപ്പോൾ n1ൻ്റെ വാല്യൂ എത്രയാണ്? 1. ഡൗട്ടിലല്ല. ഇനി അങ്ങനെയാണെങ്കിൽ E2 എന്തായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുക? -1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1/n2². ക്ലിയർ? കാരണം ഇവിടെ എനർജിയുടെ വാല്യൂ ഇതാണ് തന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റുന്നതൊക്കെ? ഡെൽറ്റ E എന്ത് എഴുതാം? -1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1/n2² മൈനസ് -1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1/n1². ശരിയല്ലേ? ഈ മൈനസും ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? പ്ലസ് ആയില്ലേ? അപ്പോൾ എനിക്ക് കോമൺ ആയിട്ട് എനിക്ക് എന്ത് പുറത്തേക്ക് എടുക്കാം? 1.312 ഇൻറ്റു 10⁻⁶ പുറത്തേക്ക് എടുക്കാം. ശരിയല്ലേ? ബാക്കി എനിക്ക് എന്താണ് കിട്ടുക? ആദ്യം അപ്പോൾ ഈ ടേം അല്ലേ ഞാൻ എഴുതാം? 1/n1² മൈനസ് 1/n2². ക്ലിയർ? ഡൗട്ടിലല്ല. അപ്പോൾ നിങ്ങൾക്ക് ഡെൽറ്റ ഇയുടെ വാല്യൂ നിങ്ങൾക്ക് എന്ത് കിട്ടും നോക്കിയൊക്കെ? n1ൻ്റെ വാല്യൂ എത്രയാ? 1. n2ൻ്റെ വാല്യൂ എത്രയാ? 2. അപ്പോൾ 1 മൈനസ് 1/4 അല്ലേ വരിക? 1 മൈനസ് 1/4 എന്നാൽ 3/4 അല്ലേ വരിക? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 3/4. ക്ലിയർ? അപ്പോൾ നിങ്ങൾക്കിവിടെ തന്നിരിക്കുന്നത് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. അയണൈസേഷൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് ആയിരിക്കും എന്ത്? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ക്ലിയർ? അപ്പോൾ ഇത് ഏത് ഓർബിറ്റാണ്? ഹൈഡ്രജൻ ആറ്റത്തിലെ ഫസ്റ്റ് ഓർബിറ്റ്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്താൽ? -1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1/n1². അപ്പോൾ സെക്കൻഡ് ഓർബിറ്റ് ആണെങ്കിൽ എന്താണ്? n1ന് പകരം എന്ത് എഴുതിയാൽ മതി? n2. ഈ വാല്യൂ ഒക്കെ സെയിം ആയിരിക്കും. കാരണം ഇത് തന്നിട്ടുണ്ട് ഓൾറെഡി. ഡൗട്ടില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? 9.84 ഇൻറ്റു 10⁵ ജൂൾ/മോളിനടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ക്ലിയർ? ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ? അപ്പോൾ എവിടെ നിന്ന് എവിടത്തേക്ക്? 1ൽ നിന്ന് 2ലേക്ക് വരുന്ന സമയത്തുള്ള എനർജിയാണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഡൗട്ടിലല്ല. അപ്പോൾ ആ എനർജി നിങ്ങൾക്ക് 1ൽ നിന്ന് 2ലേക്ക് വരുന്ന സമയത്തുള്ള എനർജിയിലുള്ള ചേഞ്ച് എത്രയാണ്? 9.84 ഇൻറ്റു 10⁵ ജൂൾ/മോൾ. എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായ? നമ്മുടെ സാധാരണ ഇക്വേഷൻ എന്താണ്? E -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു z²/n² ജൂൾ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ശരിയല്ലേ? ആ -2.18 ഇൻറ്റു 10⁻⁻18 പകരം തന്ന വാല്യൂ എത്രയാണ്? 1.312 ഇൻറ്റു 10⁻⁶ ആണ്. സെഡിൻ്റെ വാല്യൂ ഹൈഡ്രജനിൽ എത്രയാണ്? 1. ക്ലിയർ? അപ്പോൾ എൻ്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? -1.312 ഇൻറ്റു 10⁻⁶ ഇൻറ്റു 1/n1². ക്ലിയർ? ഓർത്ത് വെച്ചോണം. ബോർ ആറ്റം മോഡൽ ഉപയോഗിച്ച് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? E -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു z²/n² എന്നാണ്. ശരിയല്ലേ?
അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലെവലിലുള്ള എനർജി കണ്ടുപിടിക്കണമെങ്കിലോ E1 ഈസ് ഈക്വൽ ടു -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/1² എന്നല്ലേ വരിക. കാരണം സെഡിൻ്റെ വാല്യൂ 1 അല്ലേ ഹൈഡ്രജനിൽ, ഫസ്റ്റ് ലെവൽ എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 1 അല്ലേ വരിക. അവിടെ -2.18 പകരം തന്ന വാല്യൂ എത്രയാണ്? -1.312 ഇൻറ്റു 10⁻6. അയണൈസേഷൻ എൻതാൽപ്പിയുടെ നെഗറ്റീവ് ആയിരിക്കും എന്ത്? എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ്. ക്ലിയർ? ഓർത്ത് വെക്കുക. ഇനി ഏതിൻ്റെ അയണൈസേഷൻ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദി അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹൈഡ്രജൻ ഈസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. വാട്ട് ഈസ് ദി അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഹീലിയം പ്ലസ്? ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹീലിയത്തിൻ്റെ കണ്ടുപിടിച്ചൂടെ? He+ എന്നാണ് പറഞ്ഞത്. He+ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 1 ഇലക്ട്രോൺ അല്ലേ ഉള്ളത്. ആ ഇലക്ട്രോൺ ഒന്നാമത്തെ ലെവലിലല്ലേ ഉണ്ടാവുക. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാണ് ഉണ്ടാവുക? 1. അപ്പോൾ എനിക്ക് അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുമോ? അയണൈസേഷൻ എൻതാൽപ്പി ഈസ് ഈക്വൽ ടു 13.6 ഇൻറ്റു Z²/n². നിങ്ങൾക്ക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾക്കറിയാം. അത് മൈനസ് അല്ലേ വരിക? -13.6 ഇൻറ്റു Z²/n² ഇലക്ട്രോൺ വോൾട്ട് അല്ലേ എനർജി. അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് അല്ല എടുക്കേണ്ടത്. എന്താണ് എടുക്കേണ്ടത്? പോസിറ്റീവ്. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 13.6 ഇൻറ്റു Z²/n² ഇലക്ട്രോൺ വോൾട്ട് ആണ്. ക്ലിയർ? ഇനി ഇവിടെ He+ എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എത്രയാ? 1. ഹീലിയം ആയതുകൊണ്ട് സെഡിൻ്റെ വാല്യൂ എത്രയാണ്? 2. അപ്പോൾ 2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? 13.6 ഇൻറ്റു 4 എന്ന് കിട്ടും അല്ലേ? 13.6 ഇൻറ്റു 4. 13.6 ഇൻറ്റു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 54.4 ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ? അപ്പോൾ ഹൈഡ്രജൻ്റെ അയണൈസേഷൻ എൻതാൽപ്പി തന്നു കഴിഞ്ഞാൽ He+ൻ്റെ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന വാല്യൂവിനെ ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? Z² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി Li2+ ആണ് തന്നിരിക്കുന്നതെങ്കിലോ? ആ തന്നിരിക്കുന്ന വാല്യൂവിനെ ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പറഞ്ഞാൽ മനസ്സിലാ? അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ല. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് ആയിരിക്കും എന്ത്? അയണൈസേഷൻ എൻതാൽപ്പി. ക്ലിയർ? ഡൗട്ടിലല്ല? ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് എന്ത്? -13.6 ഇൻറ്റു Z²/n² ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ആണ് അതിൻ്റെ എന്ത്? അയണൈസേഷൻ എൻതാൽപ്പി. ഹീലിയം ആണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ലിഥിയം ആണെങ്കിൽ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ? ഡൗട്ടിലല്ല? എങ്ങനെയാണ് ചെയ്തതെന്ന് മനസ്സിലായല്ല? ഓർത്ത് വെക്കുക.